സ്വതന്ത്രന്റെ ആവശ്യപ്രകാരം ആദ്യത്തെ 3 വർഷം ജിതിൻ ബല്ലാട്ടും ബാക്കി 2 വർഷം താനും പ്രസിഡന്റ് ആകുമെന്ന് ബോസ് ജേക്കബ് പ്രതികരിച്ചു. വിവാദങ്ങളെല്ലാം മാധ്യമ സൃഷ്ടികളായിരുന്നു എന്നും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ സ്വതന്ത്രനെ കൂട്ടുപിടിച്ച് ഭരണം പിടിക്കുകയാണ് ചെയ്തതെന്നും ബോസ് പറഞ്ഞു. ഇവിടെ ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. വിവാദങ്ങളൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. ഇന്ന് UDFന്റെ അഭിമാന നിമിഷമാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തില് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. 9 LDFും 9 UDFും ഒരു സ്വതന്ത്രനും. ധാരണകളെ സംബന്ധിച്ച് ഇപ്പോൾ KPCC DCCയിൽ നിന്ന് ഇപ്പൊ സ്വതന്ത്രൻ ആവശ്യപ്പെടുന്നിടത്തോളം പ്രസിഡന്റ്ഷിപ്പ് അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ UDF എന്ന നിലയിൽ ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ. അദ്ദേഹം 3 വർഷമാണ് ആവശ്യപ്പെട്ടത്. ആ 3 വർഷം അദ്ദേഹത്തിന് കൊടുക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം UDFന് ഇവിടെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണം വേണം, പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുള്ള പഞ്ചായത്തിന്റെ ഭരണം വേണമെന്നുള്ള നിശ്ചയദാർഢ്യം DCCക്കും KPCCക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്, ആ സ്വതന്ത്രൻ ആവശ്യപ്പെട്ട മുഴുവൻ ഡിമാൻഡ്സും അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വന്നിരിക്കുന്നത്. 3 വർഷം അദ്ദേഹത്തിന് പ്രസിഡന്റ്ഷിപ്പ് ആയിട്ടും അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും UDFന്റെ ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനത്തിന്റെ ഭാഗമായി ബാക്കിയുള്ള 2 വർഷം എനിക്ക് പ്രസിഡന്റ്ഷിപ്പ് ആയിക്കൊണ്ടുമാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്.